ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് അധ്യായം 12 ശ്ലോകം 2, 3, 4. അധ്യായം 12 ഭക്തിയോഗം. അതിലെ ഭക്തിയോഗത്തെക്കുറിച്ചിട്ടാണ് ഭഗവാൻ കൂടുതലായും സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്കിന്ന് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമാ മദഃ. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമാ മദഃ. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമാ മദഃ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അർജുനന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നൽകുന്നത്. അർജുനൻ എന്തായിരുന്നു ഭഗവാനോട് ചോദിച്ചത്? എല്ലാ സമയവും അല്ലേ, ഏവം സതതയുക്തായേ ഭക്താസ്ത്വം പര്യുപാസതേ ഏചാപ്യക്ഷരം അവ്യക്തം തേഷാം കേ യോഗ വിത്തമഃ. അർജുനൻ ചോദിക്കുകയാണ്, എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തിൽ ഉചിതമായി ഏർപ്പെട്ട് പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ എന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ. അർജുനന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവാൻ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ നൽകുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്താണ് ഉത്തരം നൽകുന്നത്? എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നവരിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ള ആളുകൾ. അപ്പോൾ ഭഗവാൻ ഒട്ടും സംശയത്തിനിട കൊടുക്കാതെ പറയാണ് ആരാണ് പരിപൂർണത നേടുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച്, അല്ലേ? കാരണം അർജുനൻ 11ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വ്യക്തിരൂപങ്ങൾ കണ്ടറിഞ്ഞ ആളാണ്, അല്ലേ? ഭഗവാന്റെ വിശ്വരൂപം കണ്ടു, അതോടൊപ്പം ചതുർഭുജ രൂപം കണ്ടു, പിന്നെ ഭഗവാന്റെ ശ്യാമസുന്ദര ലളിത ത്രിഭംഗ രൂപം കണ്ടു, അല്ലേ? അപ്പോൾ അർജുനന് അറിയാം എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്തി അനുഷ്ഠിക്കേണ്ടതെന്ന് അർജുനന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. എങ്കിലും പിൽക്കാലത്ത് വന്നേക്കാവുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് അർജുനൻ ഈ ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അല്ലേ? പരിപൂർണത നേടാൻ ഇച്ഛിക്കുന്നവരും ഓൾറെഡി പരിപൂർണതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതുമായ ആളുകളുണ്ട്. 2 തരത്തിലുള്ള ആധ്യാത്മികവാദികളാണുള്ളത്. അപ്പോൾ അവയിൽ അർജുനന്റെ നിലപാട് എന്താണ്? അർജുനൻ ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിൽ മനസ്സുറപ്പിച്ച് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന
വ്യക്തിഗത ഭക്തനാണ് അല്ലേ. അപ്പൊ തൻ്റെ നിലപാട് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം അർജുനന്, അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ സംശയത്തിനിട നൽകാത്ത വിധം പറയാണ്, എൻ്റെ വ്യക്തി രൂപത്തിൽ മനസ്സുറപ്പിക്കുകയും അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവനാണ് പരിപൂർണത നേടുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുക അല്ലേ, അതായത് എന്താ പറയുക, സീസണൽ ഭക്തി അല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചു കാലം കൃഷ്ണനെ ആരാധിച്ചു, കുറച്ചു കാലം വേറെ പല ആളുകളെ ആരാധിച്ചു, അത്തരം ഭക്തിയല്ല ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഭഗവാനെ ആരാധിക്കുക അല്ലെ, ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിൽ ഉറപ്പിക്കുകയും ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഭാഗവത്തിലും പറയുന്നുണ്ട് അല്ലെ, പരമമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീദതി. ഇപ്പൊ നമ്മുടെ ആത്മാവ് എപ്പോഴാണ് സന്തോഷം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയരുന്നത്? നമ്മൾ അഹൈതുകിയും അപ്രതീകതമായിട്ടും ഭഗവാന്റെ ഭക്തി ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ അഹൈതുകി അപ്രതീഹത എന്നീ രണ്ട് പദങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അവിടെയൊന്നും നമ്മൾ ഭഗവാനെ ഉപേക്ഷിക്കാതിരിക്കുക, ഭഗവാന്റെ ഭക്തി മാറ്റിവെക്കാതിരിക്കുക. ഇപ്പൊ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇന്ന് തലവേദനയാണെന്ന് നാമം ജപിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ തലവേദന വരുമ്പോഴത്തേക്കും നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാമം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ കുറെ കൂടി നമ്മൾ ക്ഷീണിതരാകും, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ട്, തലവേദന ബുദ്ധിമുട്ടായിട്ട് മാറും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഓക്കെ എന്ന് നാമം ജപിക്കണ്ട എന്ന് വിചാരിക്കും. അത്തരം അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത്, ആരാണ് പരിപൂർണത നേടുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഏതൊരു പരിതസ്ഥിതിയിലും ഏതൊരു സാഹചര്യത്തിലും ഭഗവാന്റെ ഭക്തി അനുഷ്ഠിക്കുന്നത് ഉപേക്ഷിക്കാതിരിക്കുക, മാറ്റിവെക്കാതിരിക്കുക. അതാണ് അഹൈതുകമായും അപ്രതീഹിതമായിട്ടും ഭക്തി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുക. മറ്റുള്ള സൈഡ് ബിസിനസ് ഒന്നും വേണ്ടാതെ എന്നെ മാത്രം ആരാധിക്കുകയും എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് തന്നെയാണ് 11-ാമത്തെ അധ്യായത്തിന്റെ 55-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു അല്ലെ. അവിടെ എന്താ ഭഗവാൻ പറഞ്ഞത്? മത് കർമ്മ കൃൻ മത് പരമോ മത് ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യ സ മാമേതി പാണ്ഡവ എന്ന് പറഞ്ഞു അല്ലെ. അല്ലയോ അർജുന, ആരാണ് എന്നെ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് എന്നെ തന്നെ ലക്ഷ്യം വെച്ച് മുന്നേറി വരുന്നത്, എൻ്റെ ധാമത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. എൻ്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഒരു ഭക്തൻ തീർച്ചയായിട്ടും എന്നെ തന്നെ പ്രാപിക്കും, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എൻ്റെ ധാമത്തിലേക്ക് വരും എന്ന് ഭഗവാൻ പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? പരിപൂർണത നേടുന്നത്, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം കൈവരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അർജുനനോട് ഭഗവാൻ ഇവിടെ ഒട്ടും സംശയത്തിനിട കൊടുക്കാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിലൂടെ അർജുനന്റെ മനസ്സിൽ ഭഗവാൻ ഉറപ്പിക്കുകയാണ് അല്ലെ, ഭക്തി യോഗമാണ് അല്ലെങ്കിൽ ബുദ്ധി യോഗമാണ് ഏറ്റവും പരമമായിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള ഭക്തിയെ കുറിച്ച് പറയില്ലേ, യുക്ത യുക്തതര യുക്തതമ. അപ്പോൾ ഇതില് യുക്തതമ എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഇതിനപ്പുറത്തേക്ക് ഇനി ഒരാൾക്ക് യോഗ്യത കൈവരിക്കാനില്ല. യുക്തതമ എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ തൻ്റെ വ്യക്തിരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രീകരിച്ച് ഭക്തി ശ്രദ്ധയോടെ ആരാധിക്കുന്നവരാണ് യോഗത്തിൽ പൂർണ്ണത കൈവരിച്ചതെന്ന് അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ നൽകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ഭക്തി ശ്രദ്ധകളോടെ ആരാധിക്കുന്നവർ അല്ലേ. ഇപ്പൊ ഭക്തി ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്നാൽ എന്താണ്? ഭക്തിയുത സേവനം, നമ്മൾ ഭഗവാന് വേണ്ടി അനുഷ്ഠിക്കുന്ന സേവന കർമ്മങ്ങളാണ് ഭക്തി എന്ന് യഥാർത്ഥ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ ആരാധിക്കുക അല്ലെ. ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പോൾ വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാനെ ആരാധിക്കുക. എന്ത് വിശ്വാസമാണ് നമുക്ക് വേണ്ടത്? ഭഗവാനാണ് സുപ്രീം പേഴ്സൺ അല്ലെ, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്. എല്ലാത്തിൻ്റെയും ഉത്ഭവ കേന്ദ്രം ഭഗവാനാണ്. എല്ലാ കാരണങ്ങളുടെയും കാരണഭൂതൻ ഭഗവാനാണ്. ഈശ്വര
സോറി ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അല്ലെ, ഈശ്വര പരമകൃഷ്ണ സർവകാരണ കാരണം എന്ന് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാനെ അല്ലെ, ആ ഭഗവാനെ വിശ്വസിക്കുക, ആ ഭഗവാനെ ആരാധിക്കുക, അതേക്കുറിച്ചിട്ടാണ് ഇവിടെ ഭക്തി ശ്രദ്ധ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭക്തി ശ്രദ്ധ അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസത്തിൽ മുന്നേറി പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ വഴി കാണിച്ചു കൊടുക്കും അല്ലെ. ഭഗവാനിലേക്ക് എങ്ങനെ വരാം അല്ലെങ്കിൽ എങ്ങനെ ജീവിത ലക്ഷ്യം കൈവരിക്കാമെന്ന് ഭഗവാൻ തീർച്ചയായിട്ടും അയാൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ഈ ജീവിതത്തിന്റെ അവസാനം അയാൾ ഭഗവാനിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഒരാൾ അല്ലെ, ഭക്തി ശ്രദ്ധയോടുകൂടി ഭഗവാനെ എപ്പോഴും ആരാധിക്കുന്ന ഒരാളെ കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തി എന്നാണ് ഇവിടെ പ്രഭുപാദ വിശേഷിപ്പിക്കുന്നത്. കാരണം അയാൾക്ക് എല്ലാം ഭഗവാനാണ് അല്ലെ, ഭഗവാനല്ലാതെ അയാൾക്ക് വേറൊരു ബിസിനസ് ഇല്ല. അപ്പോൾ എല്ലാം ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളുടെയും ഒരു മധ്യഭാഗത്തായിട്ട് അയാൾ ഭഗവാനെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും കേന്ദ്രീകരിക്കുന്നത് ഭഗവാനിലാണ്. അയാൾ എന്ത് തന്നെ ചെയ്താലും അത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, തുളസി മഹാറാണിക്ക് ജലം നൽകുക, തുളസി മഹാറാണിയുടെ മഞ്ചരികൾ യഥാസമയവും എടുത്തു മാറ്റുകയും നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുക, ഭഗവാന് നിവേദ്യം അർപ്പിക്കുക, ഭഗവാന്റെ അതീന്ദ്രിയ നാമം ജപിക്കുക, ഭഗവാന്റെ അമ്പലങ്ങളും എല്ലാം വൃത്തിയാക്കുക, അങ്ങനെ പല പല കാര്യങ്ങളിൽ നമുക്ക് ഏർപ്പെടാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പച്ചക്കറികൾ തിരഞ്ഞെടുത്ത് അല്ലെ, ഇതുകൊണ്ടുണ്ടാക്കുന്ന വിഭവം ഭഗവാൻ ഇഷ്ടമാണല്ലോ എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഒരു തുണിത്തരങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഭഗവാന് ടർബൻ അല്ലെ, ഭഗവാന്റെ കിരീടം ചെയ്യാം, അല്ലെങ്കിൽ ഈ തുണി കൊണ്ട് ഭഗവാന് ഉടുപ്പ് തയ്ക്കാം. അങ്ങനെയുള്ള പല വിധത്തിലും നമുക്ക് നമ്മുടെ ചിന്തകളെ ഭഗവാനിൽ അർപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതാണ് യഥാർത്ഥ ഭക്തൻ. കാരണം അയാള് ഒരു സാധാരണ വ്യക്തിയെ പോലെയാണ് അയാളുടെ പ്രവൃത്തികളും പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് തോന്നുന്നതെങ്കിലും അയാൾ അതീന്ദ്രിയമായിട്ടുള്ള അവസ്ഥയിലാണ് അല്ലെ. ഇപ്പം മറ്റുള്ള ആളുകൾ ഒരു തുണി കാണുമ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല ഒരു ഭക്തൻ ചിന്തിക്കുക അല്ലെ. അയാള് ഭക്തനല്ലാത്ത വ്യക്തി എന്ത് ചിന്തിക്കും? ഇതുകൊണ്ട് എനിക്ക് ഉടുപ്പ് തയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഉടുപ്പ് തയ്ക്കാം, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും അയാളിൽ നിറയുക. പക്ഷെ ഒരു ഭക്തൻ ചിന്തിക്കുന്നത് ഈ ഇതുകൊണ്ടൊരു ഡ്രസ്സ് തയ്ച്ചാൽ ഭഗവാന് നന്നായിരിക്കുമോ, നന്നായിട്ട് ചേരുമോ എന്നൊക്കെയുള്ള ചിന്തകളിലായിരിക്കും അയാൾ. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ അയാൾ കൃഷ്ണോപാസനയിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അല്ലെ. അയാൾക്കുള്ളതെല്ലാം അയാൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് യുക്ത വൈരാഗ്യം എന്ന് പറയുന്നത് അല്ലെ. നമുക്കുള്ളതെല്ലാം, നമുക്ക് വീടായാലും കാറായാലും എന്ത് തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. അതിനെയാണ് യുക്ത വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അയാള് ചന്തയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടി മറ്റുള്ള സേവനങ്ങളിൽ ഏർപ്പെടുമ്പോഴും എല്ലാം അയാൾ ഭഗവാനെ ആണ് മുൻനിർത്തുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലൊരു കറി തയ്യാറാക്കുമ്പോൾ അല്ലേ, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയായിരിക്കാം, പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കും അല്ലേ, ഇത് ഭഗവാൻ ഇഷ്ടമാകുമോ എന്ന് ചിന്തിക്കുകയും ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ആഹാരം പാകം ചെയ്യും, അത് ഭഗവാനെ നിവേദിക്കുകയും ചെയ്യും. അപ്പോൾ അതെന്താണ്? കൃഷ്ണകർമ്മം. ഇതാണ് ഭഗവാൻ മത് കർമ്മ എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷ്ണന് അർപ്പിക്കുന്ന സമയത്തിലാണ് അയാളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അയാൾക്ക് സമയം പാഴാക്കി എന്നൊരു ചിന്ത ഒരിക്കലും അയാളെ അലട്ടുന്നില്ല. കാരണം അയാൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രവർത്തനമാണ് ശരിയായ സമാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ സമാധി നമ്മൾ പറയുമ്പോൾ എന്താ സമാധി? കണ്ണടച്ച് ഇങ്ങനെ അല്ലെ സമാധിസ്ഥനായിട്ടിരിക്കുക. അതിന് പ്രത്യേക പോസ്റ്ററുകളുണ്ട് അല്ലെ, പ്രത്യേക രീതിയിലൊക്കെ നമുക്ക് സമാധിയിൽ ഇരിക്കാനായിട്ട് സാധിക്കും. അതേക്കുറിച്ചൊക്കെ നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് പഠിച്ചു. അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട് അല്ലേ, കാട്ടിൽ പോയിട്ട് തപസ് അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ ആ തപസ് അനുഷ്ഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാനിൻ്റെ തോലിലിരിക്കണം, ചമ്രം പടിഞ്ഞിരിക്കണം, പിന്നെ നമ്മുടെ പുരികത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ സമാധിയിലിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റണം. അപ്പോൾ അതാണ് സമാധി. നമ്മൾ സാധാരണ രീതിയിൽ സമാധി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയാണ്,
കൃഷ്ണാവബോധത്തോടു കൂടിയിട്ട് അല്ലെ കൃഷ്ണന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അതാണ് സമാധി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുഴുകുക, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലായ്പ്പോഴും ഭഗവാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഭഗവാന്റെ ശ്രദ്ധയിൽ വിശ്വാസത്തിൽ മുന്നേറുകയും ആ ഭഗവാന്റെ ആരാധനയിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആര്? യുക്തതമ അല്ലെ, പരമമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തൻ എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷ്ണുവിനുള്ള യജ്ഞം എന്ന് പറയുന്നത്. നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു അല്ലേ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിഷ്ണുവിനുള്ള യജ്ഞം എന്ന നിലയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കർമ്മഫലങ്ങൾ ഏൽക്കേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഉത്തമ ഉദാഹരണമായിട്ട് ശ്രീമദ് ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണ്? അംബരീഷ മഹാരാജാവിനെ അല്ലെ. അംബരീഷ മഹാരാജാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? സവൈ മന കൃഷ്ണ പദാരവിന്ദയോ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിര മാർജനാദിഷു ശ്രുതിം ച കര അച്യുത കഥോദയം. എന്താ പറയുന്നത്? സവൈ മന കൃഷ്ണ പദാരവിന്ദയോ, അദ്ദേഹം സകല സമയവും ഭഗവാനിലാണ് തൻ്റെ മനസ്സർപ്പിച്ചിരുന്നത്. വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, അദ്ദേഹം ഭഗവാന്റെ ഗുണ ആഖ്യാനങ്ങൾ കേൾക്കാനാണ് സദാസമയവും ചിലവഴിച്ചത്. കരൗ ഹരേർ മന്ദിര മാർജനാദിഷു, കൈ ഉപയോഗിച്ച് അദ്ദേഹം ഭഗവാന്റെ അമ്പലം ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിച്ചു. അതുപോലെ കാലുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഭഗവാന്റെ അമ്പലത്തിലേക്ക് നടന്നുപോയി. പിന്നെ ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ ഒക്കെ കേൾക്കുന്നതിൽ അദ്ദേഹം തൻ്റെ ചെവി അർപ്പിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് ഒരു ഭക്തൻ ചെയ്യുന്നത് അല്ലേ. അദ്ദേഹത്തിന് എല്ലാ സമയവും ഭഗവാനിൽ അയാൾ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം ഭഗവാന് വേണ്ടി അർപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റാനായിട്ട് ഒരു ഭക്തന് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മയ്യാവേശ്യ മനോയേമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേമേ യുക്ത തമാമതഃ. അങ്ങനെയുള്ളൊരു വ്യക്തി, അവനാണ് പരിപൂർണത നേടുന്നത് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അടുത്തത് 2 ശ്ലോകങ്ങളാണ്, 3ഉം 4ഉം. ഏതുമക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം. ശ്ലോകം 4. സംനിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂതഹിതേ രതഃ. ഒരു ശ്ലോകം കൂടി ഉണ്ട്, 5ാമത്തെ ശ്ലോകം. അപ്പോൾ സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ 3ഉം 4ഉം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ 3, 4, 5 ശ്ലോകങ്ങളിലാണ് ഭഗവാൻ അവ്യക്തിഗതവാദിയെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ ആകെ 20 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ 3 ശ്ലോകങ്ങളിലാണ് ഭഗവാൻ അവ്യക്തഗതവാദിയെ കുറിച്ച് അല്ലെങ്കിൽ ജ്ഞാനിയെ കുറിച്ചിട്ട് പ്രസ്താവിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ശ്ലോകങ്ങളിലും ഭഗവാൻ ഭക്തിയോഗിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, ഇവിടെ ഒരു ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ പറയാണ് അല്ലേ. എന്തൊക്കെയാണ് ഒരു ജ്ഞാനിയെ കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നത് നോക്കാം. വിവർത്തനം. എന്നാൽ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവ്വജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായതിനെ നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഭഗവാൻ ആ ഒരു അവ്യക്തഗതവാദിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ ആ അവ്യക്തഗതവാദി കടന്നു വരേണ്ട പാതകളെ കുറിച്ചിട്ട് പറയാണ്. അപ്പോൾ 8 തരത്തിലുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുക, എല്ലാവരിലും സമഭാവനയോടെ പ്രവർത്തിക്കുക, സർവ്വജീവികളുടെയും നന്മയിൽ തൽപരരാവുക, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക, അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായതിനെ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അല്ലെങ്കിൽ ഇതിലൂടെ എല്ലാം കടന്നു വരുമ്പോഴാണ് ഒരു അവ്യക്തഗതവാദി പരിപൂർണത നേടുന്നത് എന്ന് പറയാണ് അല്ലേ.
അപ്പോൾ ആ പാത എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച പാതയാണ്. അതേക്കുറിച്ചിട്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയും, ക്ലേശവും അധിക തരസ്തേഷാം എന്ന് പറയുന്നുണ്ട്. ഇത് ഭയങ്കര ക്ലേശമേറിയ മാർഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ എന്താണ് ഇതിൻ്റെ അവസാനം അല്ലേ, ഈ ഇതിലൂടെ എല്ലാം കടന്നു വന്നിട്ട് ഒരു അവ്യക്തഗതവാദി അല്ലെങ്കിൽ ഒരു ജ്ഞാനി എന്നെ പ്രാപിക്കും, അതിൽ സംശയമില്ല. അപ്പോൾ ഒരു ജ്ഞാനിയുടെ ലക്ഷണങ്ങളാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ മറ്റുള്ള എല്ലാ ശ്ലോകങ്ങളിലും ഭഗവാൻ ഭക്തിയോഗിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഈ ജ്ഞാനി ചെയ്യുന്ന പാത അല്ലെങ്കിൽ ജ്ഞാനി പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചതാണ്, വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ശരീരം സ്വീകരിച്ചു വരുന്ന ആളുകളാണല്ലേ നമ്മൾ അല്ലേ. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ ശരീരമായിരുന്നു എന്ന് നമുക്ക് യാതൊരു അറിവുമില്ല. അപ്പോൾ അങ്ങനെ പല പല ശരീരങ്ങൾ സ്വീകരിച്ചിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇതേക്കുറിച്ചിട്ട് അറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ശങ്കരാചാര്യർ പറയുന്നത് പോലെ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ചതരേ ശയനം. നമ്മളിതിങ്ങനെ തുടർന്ന് പോരുവാണ്. പുനരഭിജനനം പുനരഭിമരണം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ സമയത്തും. അപ്പോൾ അങ്ങനെ ശരീരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ശരീരം ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പട്ടി, പൂച്ച, പന്നി അങ്ങനെ എന്തും ആകാം. അപ്പോൾ അത് ശരീരമാണ്. അപ്പോൾ ആ കാലാകാലങ്ങളായിട്ട് ശരീരം സ്വീകരിച്ചു വരുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ശരീരമില്ലാത്തൊരു അവസ്ഥയെ കുറിച്ചിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ശരീരം ഇല്ലാത്ത അവസ്ഥയെ സങ്കല്പിച്ചിട്ട് നമുക്കൊരു ആരാധന ചെയ്യുവാനോ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മളെപ്പോഴും ശരീരബോധത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ നാം ഈ ശരീരമല്ല, നാം ആത്മാവാണ് എന്നൊരു ചിന്ത നമ്മളിലേക്ക് ഇട്ട് തരുന്നത്. കാരണം ആ ഒരു ചിന്തയിൽ നിന്ന്, ആ ഒരു അറിവിൽ നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീതയുടെ സന്ദേശങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഭഗവാൻ എന്താണ് നമ്മളോട് യഥാർത്ഥത്തിൽ പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ശരീരമില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ആത്മാവാണ് എന്നൊരു ജ്ഞാനത്തിലേക്ക്, സവിശേഷമായിട്ടുള്ള ഒരു ജ്ഞാനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അപ്പോൾ അത് എളുപ്പം നമുക്ക് നേടാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് ഒരുപാട് അതായത് ഒരുപാട് നമ്മൾ അറിവ് സമ്പാദിക്കണം, ഒരുപാട് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിൽ പരിവർത്തനം നടത്തുമ്പോഴാണ് നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രൂപമില്ലാത്ത, ഗുണമില്ലാത്ത, ലീലകളില്ലാത്ത അല്ലെങ്കിൽ നാമമില്ലാത്ത ഒരു നിരാകാരമായിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ചിന്തിക്കുകയും അതിനെ മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഭക്തി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒന്നാണ് അല്ലേ. അതിനേക്കാളും എത്രയോ എളുപ്പമാണ് ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളെ കുറിച്ചിട്ടുള്ള സ്മരണയിൽ മുഴുകുക, ഭഗവാന്റെ നാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് ദുർഘടം പിടിച്ച മാർഗമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവ്യക്തഗതവാദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഭഗവാന് രൂപമുണ്ട്, ഗുണമുണ്ട് എന്ന് വിശ്വസിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ആ ഭക്തി അനുഷ്ഠിക്കൽ എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും അതിലേക്ക് എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ശ്രദ്ധ പല വിധത്തിൽ തിരിച്ചുവിടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒരു രൂപമില്ലാത്ത അവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക, അത് മനസ്സിലർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ക്ലേശവും അധിക തരസ്തേഷാം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ മാർഗത്തെ. അപ്പോൾ ഈ അവ്യക്തഗതവാദിക്ക് അല്ലെ, അതായത് ഭഗവാന് രൂപമില്ല എന്ന് വിചാരിക്കുന്ന ആ വ്യക്തിക്ക് വളരെ ദുർഘടം പിടിച്ചതാണ് ഭഗവാനെ പ്രാപിക്കുക അല്ലെങ്കിൽ ഭഗവാനെ ലക്ഷ്യം വെക്കുക എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഭഗവാൻ ഇവിടെ വളരെ കരുണാമയനാണ് അല്ലേ. അപ്പോൾ ഭഗവാൻ പറയാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവൻ എന്നിൽ എത്തിച്ചേരുമെന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ ആരെയും തള്ളിക്കളയുന്നില്ല. ഭഗവാന്റെ കരുണ എന്ന് പറയുന്നത് അതാണ് അല്ലേ. ഭഗവാൻ ഒരിടത്തും പറയുന്നില്ല നീ ഭക്തനായി മാത്രമേ എന്നിലേക്ക് വരാവൂ എന്ന് പറയുന്നില്ല. ഒരു
6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അഷ്ടാംഗ യോഗി അല്ലെ, അഷ്ടാംഗ യോഗിക്കും എന്നിലേക്ക് വരാം. പക്ഷെ ഇത് ഒരുപാട് കാലതാമസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. നമ്മൾ പറയാറില്ലേ, ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോകാൻ ലിഫ്റ്റ് ഉപയോഗിക്കാൻ നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം. ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്താ ചെയ്യുന്നത്, ലിഫ്റ്റ് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പോൾ ഈ ജ്ഞാന മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു ജ്ഞാനയോഗി അല്ലെങ്കിൽ അവ്യക്തഗതവാദി എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് വഴി പോകുന്ന ആളാണ്. അത് ഒരുപാട് പ്രയാസപ്പെട്ട് അല്ലെ, നടന്ന് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് ഓരോ സ്റ്റെപ്പുകളും കയറി 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 ലിഫ്റ്റിൽ പോകുന്ന ആളെടുക്കുന്നതിൻ്റെക്കാളും ഇരട്ടിയിലധികം സമയം അല്ലെങ്കിൽ അതിന് 4 ഇരട്ടി സമയമൊക്കെ എടുത്തിട്ടായിരിക്കും അയാൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക. അപ്പം ഇതാണ് അവ്യക്തഗതവാദിയുടെയും ഒരു ഭക്തന്റെയും നില എന്ന് പറയുന്നത്. ഭക്തൻ പെട്ടെന്ന് ലിഫ്റ്റിൽ പോയിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഈ അവ്യക്തഗതവാദി വളരെ കാലതാമസം എടുത്തിട്ട് അവിടേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ എത്തും അല്ലെ, ഒരുപാട് കാലതാമസം എടുക്കും. അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ജ്ഞാനിക്ക് അല്ലെങ്കിൽ ഒരു അവ്യക്തഗതവാദിക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. അവിടെയാണ് ഭഗവാന്റെ കാരുണ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ ഇവിടെ അവർക്കൊരു പ്രതീക്ഷ നൽകുകയാണ്. അപ്പോൾ ഈ 3, 4, 5 ശ്ലോകങ്ങളിൽ ഭഗവാൻ ജ്ഞാനിയെ കുറിച്ചിട്ടും ജ്ഞാനി വരുന്ന പാതയെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ആരെയും തള്ളിക്കളയുന്നില്ല അല്ലെ. ജ്ഞാനി ആയാലും യോഗി ആയാലും ആരായാലും എന്നിൽ എത്തിച്ചേരും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പാത അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ നീണ്ടതാണ് അല്ലെങ്കിൽ കാലാകാലങ്ങൾ എടുക്കുന്നതാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്തൊക്കെ ചെയ്യണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, എല്ലാവരിലും സമഭാവന, സർവ്വജീവികളുടെ നന്മയിൽ തൽപരരാവണം, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവ്വവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായ ഒന്നിനെയാണ് ഇയാൾ മനസ്സിൽ അർപ്പിക്കേണ്ടത്, അതിനെയാണ് ആരാധിക്കേണ്ടത്, ആ പാതയിലൂടെയാണ് മുന്നേറി വരേണ്ടത്. അപ്പോൾ ഒരുപാട് കാലതാമസം എടുക്കുകയാണ്. പക്ഷെ ഒരു ഭക്തൻ എന്താ ചെയ്യുക, ഭക്തൻ ഒരു ഗുരുവിനെ സ്വീകരിക്കുകയും ഗുരുവിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗുരു കാണിച്ചു തരുന്ന പാതയിലൂടെ മുന്നേറി പോവുകയും ചെയ്യുമ്പോൾ അയാൾക്കത് വളരെ വ്യക്തവും ശുദ്ധവും സ്ഫുടവുമായിട്ടുള്ളൊരു മാർഗമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ മഹാരാജ് ഒരു ഉദാഹരണം പറയാറുണ്ട്. മൂക്ക് അല്ലേ, ഒരു ജ്ഞാനിയോട് പോയിട്ടൊരു മൂക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനി ഇങ്ങനെ ആലോചിക്കും അല്ലെ, ആലോചിച്ചിട്ട് ഇങ്ങനെ പറയും ഇതാണോ മൂക്ക്, ഇതാണോ മൂക്ക്, ഇതാണോ മൂക്ക് എന്നൊക്കെ ഇങ്ങനെ ഓരോ പാർട്ടിനെ ഇങ്ങനെ ചോദിച്ച് അവസാനം അയാൾ ഒരു നിഗമനത്തിലെത്തും. ഓ ശരി, ഇതാണ് മൂക്ക് എന്ന് പറയും. അപ്പോൾ അയാൾ ഇങ്ങനെ പോയി വന്നിട്ട് കൈ ഇങ്ങനെ വളച്ചിട്ടാണ് ഇങ്ങനെ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അങ്ങനെയാണ് അയാൾ അവസാനം ഒടുവിൽ മൂക്കിലേക്ക് എത്തിച്ചേരുക. പക്ഷെ ഒരു ഭക്തനോട് നമ്മൾ മൂക്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് മൂക്ക്, കാരണം ഇതിലൂടെയാണ് ഞാൻ ശ്വസിക്കുന്നത് എന്ന് അയാൾ വ്യക്തമായിട്ട് പറയും. കാരണം എന്താണ്, ഗുരു ഓൾറെഡി അയാൾക്ക് ജ്ഞാനം കൊടുത്തിട്ടുണ്ട് ഇല്ലേ, ഇതാണ് മൂക്ക്, ഇതിലൂടെയാണ് നീ ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഭക്തനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. സെയിം അറിവാണ്, പക്ഷേ അത് ഒരുപാട് കാലതാമസം എടുത്തിട്ടാണ് ജ്ഞാനി മനസ്സിലാക്കുക. പക്ഷെ ഭക്തൻ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. ഇപ്പം നമ്മൾ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതേ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ 3 തലത്തിലാണ് നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് അല്ലെ. ബ്രഹ്മ സാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം, ഭഗവാൻ സാക്ഷാത്കാരം. അപ്പോൾ ആ 3 തലത്തിലും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പരമമായിട്ടുള്ളത് എന്താണ്, ഭഗവാന്റെ സാക്ഷാത്കാരമാണ് അല്ലെ. ഭഗവാൻ ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കുകയും നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പരമമായിട്ടുള്ള സാക്ഷാത്കാരം എന്ന് പറയുന്നത്. മറ്റു 2 വഴികൾ തന്നെയാണ്, പക്ഷേ അത് പൂർണ്ണമായിട്ടുള്ള വഴികളല്ല. അപ്പോൾ ഭഗവാൻ സാക്ഷാത്കാരമാണ് പൂർണ്ണമായിട്ടുള്ള വഴി. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ പാല് അല്ലേ, ഒരു പാത്രത്തിൽ പാല് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പാല് കാണുന്ന വ്യക്തിയുണ്ട്, അപ്പോൾ ആ പാലിനെ തൊട്ട് നോക്കുന്ന ആളുണ്ട്, പാല് രുചിച്ച് നോക്കുന്ന ആളുണ്ട്. ഇതിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി? പാല് രുചിച്ച് നോക്കുന്ന ആളാണ് അല്ലേ.
കണ്ട് മനസ്സിലാക്കിയതിനേക്കാളും തൊട്ട് മനസ്സിലാക്കിയതിനേക്കാളും രുചിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് ആ പാലിൻ്റെ ഗുണത്തെക്കുറിച്ചും മണത്തെക്കുറിച്ചും രുചിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അയാളാണ് ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി. പാല് തൊട്ട് നോക്കിയതും കണ്ടു നോക്കിയതുമായിട്ടുള്ള വ്യക്തിയെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി അത് രുചിച്ചു നോക്കിയ ആളാണ്. ഇതാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാല് രുചിച്ചു നോക്കിയ വ്യക്തിയാണ് ഭഗവാൻ സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തി. അയാൾക്കാണ് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. ഭഗവാൻ എന്താണ്, എങ്ങനെയാണ്, നമ്മൾ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഭഗവത് സാക്ഷാത്കാരം നേടിയ വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ജ്ഞാനി എവിടെയാണ് എത്തുക? ജ്ഞാനി എത്തുക ബ്രഹ്മജ്യോതിയിലാണ്, അല്ലെങ്കിൽ ബ്രഹ്മനിലാണ്. ബ്രഹ്മൻ സാക്ഷാത്കാരമാണ് ജ്ഞാനി കൈവരിക്കുക. പക്ഷെ ഒരു ഭക്തൻ കൈവരിക്കുന്നത് എന്താണ്? ഭഗവാൻ സാക്ഷാത്കാരമാണ് കൈവരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം, ബ്രഹ്മജ്യോതി. അവിടേക്കാണ് ഈ ജ്ഞാനികൾ അവസാനം എത്തിച്ചേരുക. പിന്നെ പരമാത്മ റിയലൈസേഷൻ അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരം, അത് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് ചതുർഭുജ രൂപത്തിൽ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്ന ഭഗവാനെ സാക്ഷാത്കരിക്കുക, ഭഗവാനെ മനസ്സിലാക്കുക. ഇതാണ് യോഗികൾ ചെയ്യുക. യോഗികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്ന യോഗികളെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരെയൊക്കെ സാക്ഷാത്കരിക്കുന്നത് ഈ പരമാത്മ സാക്ഷാത്കാരത്തെയാണ്. പിന്നെ ഭഗവാനെ കുറിച്ച് അറിയുക, മനസ്സിലാക്കുക, ഭഗവാന് സേവനങ്ങൾ അർപ്പിക്കുക. ഇതൊക്കെയാണ് ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇതാണ് ടോപ്പ് മോസ്റ്റ്. ഇതാണ് ഭഗവാൻ പറയുന്ന യുക്തതമ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഈ അവ്യക്തഗതവാദി എന്തൊക്കെ ചെയ്താലും അല്ലെ, അയാൾ അവസാനം എത്തുന്നത് ബ്രഹ്മജ്യോതിയിലാണ്. അതിനപ്പുറത്തേക്ക് അയാൾക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകൾക്കും ഭഗവാൻ അഭയം കൊടുക്കും അല്ലെ, അവർക്കും ഭഗവാനെ പ്രാപിക്കാനുള്ള അവസരം കൊടുക്കും. അപ്പോൾ അവ്യക്തഗതവാദി ഭഗവാനെ ഈ തരത്തിലൊക്കെയാണ് മനസ്സിലാക്കുക. ഭഗവാന് രൂപമില്ല, ഭാവമില്ല, ഗുണമില്ല, നാമമില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കുക. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കുക? യഥാമം പ്രബധ്യന്തെ താം സദൈവ ഭജാമ്യഹം അല്ലെ, നീ എങ്ങനെയാണോ എന്നെ പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ നിന്നോട് ഞാൻ പ്രതികരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനൊരു രൂപമില്ല അല്ലെ, ചില ആളുകൾ പറയാറുണ്ട് ഭഗവാൻ ഒരു പ്രകാശാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഭഗവാൻ അത്തരത്തിലാണ് സാക്ഷാത്കാരം കൊടുക്കുന്നത്. ഓക്കെ, നീ എനിക്ക് രൂപമില്ല എന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ഓക്കെ, എനിക്ക് രൂപമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ അവരോട് പ്രതികരിക്കുക. പക്ഷെ ഭഗവാനായിട്ട് സാക്ഷാത്കരിക്കുകയും ഭഗവാന് രൂപമുണ്ട്, ഗുണമുണ്ട്, ഭഗവാന്റെ ലീലകളുടെ മാധുര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഭഗവാനെ ആ തരത്തിൽ ആരാധിക്കുന്ന ആളുകൾക്കോ ഭഗവാൻ ആ തരത്തിലാണ് അവരോട് പ്രതികരിക്കുക അല്ലേ. അതാണ് ഭഗവാൻ ഏതാമാം പ്രബധ്യന്തേ, നീ എങ്ങനെയാണോ എന്നെ മനസ്സിലാക്കുന്നത്, നീ എങ്ങനെയാണോ എന്നെ പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ നിന്നോട് ഞാൻ പെരുമാറും എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ജ്ഞാനി അല്ലെ, ഈ വ്യക്തി അവ്യക്തഗതവാദി ഒരുപാട് കാലം എടുത്തിട്ട് എന്നിലേക്ക് വരുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. ആരാണ് അത്തരത്തിൽ മുന്നേറി വരുന്ന ആ വ്യക്തി? ആർക്കാണ് ആ ഒരു സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത ലഭ്യമാകുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രബധ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭഃ എന്നാ പറയുന്നത് അല്ലേ. ബഹുനാം ജന്മനാം അന്തേ, ഒരുപാട് ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാൻ മാം പ്രബധ്യതേ, ആവശ്യത്തിനുള്ള ജ്ഞാനം ഉൾക്കൊണ്ട് വാസുദേവ സർവമിതി, വാസുദേവനായിട്ടുള്ള ഞാനാണ് എല്ലാം എന്ന് മനസ്സിലാക്കുന്ന ആ വ്യക്തി അല്ലേ, ആ വ്യക്തിക്ക് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റൂ, ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അത്തരത്തിൽ വരുന്നതാണ് ഉത്തമനായിട്ടുള്ള ജ്ഞാനി എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭഗവത് സാക്ഷാത്കാരം അല്ലെ, ഭഗവാന് രൂപമുണ്ട്, ഭഗവാന് നാമമുണ്ട്, ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുന്ന ഈ സാക്ഷാത്കാരം ഒരു അവ്യക്തിഗതവാദി നേടുന്നത് ബഹുനാം ജന്മനാമന്തേ, ഒരുപാട് ജനന മരണങ്ങൾക്ക് ശേഷമാണ് അയാൾ ആ ഒരു നിലയിലേക്ക് ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഇത് ദുർഘടം പിടിച്ച പാതയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ മുന്നേറി വരുന്ന ആ വ്യക്തി ഒരുപാട് ജനന മരണങ്ങൾക്ക് ശേഷമാണ് ഭഗവാൻ വാസുദേവനാണ് എല്ലാം എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ ഒരു മാർഗത്തിലൂടെ, അതായത് ഭഗവാൻ പറയുന്ന ഈ
ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതുമായിട്ടുള്ള ഈ ഒരു മാർഗത്തിലൂടെ മുന്നേറിയാണ് ഒരു വ്യക്തി ഭഗവാനെ സമീപിക്കുന്നത് എങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കും അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അയാൾ ഏർപ്പെടണം, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, ദാനം ഒരുപാട് കൊടുക്കണം, അതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അയാൾ ആ ഒരു ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആത്മാർപ്പണത്തിന് വരുന്ന ആള് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാം കടന്നു പോയിട്ട് അത്തരം പ്രയാസമേറിയ തപസ്യകൾ അനുഷ്ഠിച്ചിട്ടാണ് ആ ഒരു നിലയിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ കൊടും തണുപ്പ്, ഐസ് പുറകിലൊക്കെ ഐസായിരിക്കും, അന്നേരം ഈ ഗംഗയിലെ ജലത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് തപസ് അനുഷ്ഠിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ. അവരാണ് അവ്യക്തഗതവാദികൾ. കാരണം അവരിപ്പോൾ നമ്മൾ തണുപ്പ് കാലം വരുമ്പോൾ എന്താണ്, ചൂട് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലേ. അപ്പം നമ്മുടെ ശരീരം ചൂട് ആഗ്രഹിക്കും, നമ്മളും ചൂടുവെള്ളത്തിൽ കുളിക്കണം, ചൂടുവെള്ളം കുടിക്കണം, ചൂടുള്ള സാഹചര്യത്തിൽ ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പോൾ അവർ തണുത്ത കാലാവസ്ഥയിൽ ഇനിയും നമ്മുടെ ശരീരത്തിനെ തണുപ്പിലേക്ക് ഏർപ്പെടുത്തിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അവർ കൂടുതലും ഏർപ്പെടുക. കാരണം നമ്മൾ തണുപ്പ് സമയത്ത് ഇരുന്നിട്ട് ചൂടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ദ്വന്ദ്വമോഹമാണ് അല്ലേ. അപ്പോൾ അവർ ചിന്തിക്കുന്നത്, അപ്പോൾ അത് അങ്ങോട്ട് എൻ്റെ മനസ്സ് പോകും. അപ്പോൾ അതിനെ തടയിടാൻ, അല്ലെങ്കിൽ ആ മനസ്സിനെ വരുതിയിലാക്കാൻ വേണ്ടി അവർ കൂടുതൽ തണുപ്പിലേക്ക് അവരുടെ ശരീരത്തിനെ ഏർപ്പെടുത്തും. ഇനി ചൂടുകാലത്ത് അന്തരീക്ഷത്തിൽ വളരെ ചൂടാണ്. അപ്പോൾ അവർ ഇങ്ങനെ എന്താ പറയുക, ചുറ്റും തീ കത്തിച്ചിട്ട് അതിനെ നടുക്കിരുന്നിട്ട് തലയിൽ ചൂട് വെള്ളമോ അല്ലെങ്കിൽ ചൂട് ഉമിയോ വെച്ചിട്ടുള്ള പാത്രമൊക്കെ വെച്ചിട്ട് അവരിന്ന് തപസ്സനുഷ്ഠിക്കും. അപ്പോൾ അങ്ങനെയാണ് അവർ ഈ ദ്വന്ദ്വമോഹത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ഭഗവാൻ പറയുന്നു, മാത്ര സ്പർശയസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത അല്ലേ, ആഗമ അപായിനോ നിത്യ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ചൂട് കഴിഞ്ഞ് തണുപ്പ് വരും, തണുപ്പ് കഴിഞ്ഞ് ചൂട് വരും, പിന്നെ വേനൽ കഴിഞ്ഞാൽ മഴ വരും. ഇതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അല്ലേ. ഇതിലിങ്ങനെ വിഷമിക്കുകയും ആകുലപ്പെടാനും ഒന്നുമില്ല, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഭക്തിയിൽ മുഴുകിയിരിക്കുക, ഭഗവാനെ സേവിക്കുന്നത് നിർത്താതിരിക്കുക, അഹൈതുകമായിട്ടും അപ്രതിഹതമായിട്ടും നമ്മൾ നമ്മുടെ ഭക്തി അനുഷ്ഠിക്കുക. അപ്പോൾ ഈ മാത്രസ്പർശാസ്തു ഈ വരുന്ന കാലാകാലങ്ങളായിട്ട് മാറി മാറി വരുന്ന കാലാവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങളെക്കുറിച്ചോ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. അവിടെ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ ഉയർത്തുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ചൂടുള്ള അവസ്ഥയിൽ എങ്ങനെ നന്നായിട്ട് ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെടാമെന്ന് ചിന്തിക്കുക. തണുപ്പ് സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാം, എത്ര മികച്ചതാക്കാമെന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മുടെ ഒരു ഭക്തൻ അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ അവ്യക്തഗതവാദി എന്നാ ചിന്തിക്കുക, ആ ഇരിക്കുന്ന അവസ്ഥയിൽ അയാൾ ചൂടിനെ കുറിച്ച് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ കൂടുതൽ ക്ലേശപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ക്ലേശോ അധിക തരസ്തേഷാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഠിനമായിട്ടുള്ള തപസ്സുകളൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് അയാൾ പരിപൂർണത നേടാനായിട്ട് യത്നിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഒരു ഭക്തന്റെ അവസ്ഥ അല്ലെങ്കിൽ ഭക്തൻ കടന്നു വരുന്ന പാത എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലേ. നമുക്ക് ഇത്തരം കഷ്ടപ്പാടുകളൊന്നുമില്ല. കാരണം നമുക്ക് ഗുരു പറഞ്ഞിരിക്കുകയാണ്, ഇതാണ് ഭഗവാൻ, ഇതാണ് കൃഷ്ണൻ, ഇതാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ ഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കാം, ഈ ജീവിതത്തിൻ്റെ അവസാനം ഭഗവാനിലേക്ക് പോകാം എന്നൊക്കെ നമുക്ക് അറിവ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറെ കൂടി എളുപ്പമാണ് ആ കാര്യങ്ങൾ. നമുക്ക് എന്തൊക്കെ മാർഗത്തിലൂടെ ഭഗവാനെ ആരാധിക്കാം, ഭഗവാനെ വിശ്വസിച്ച് മുന്നേറാം എന്നൊക്കെ നമ്മുടെ തെളിവുകൾ സംഹിതം അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള നമ്മളുടെ ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വഴിയെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ആചാര്യന്മാർ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. മഹാജനോ ഏന കഥാ സബദ്ധ. അപ്പോൾ നമ്മൾ അതിലൂടെ മുന്നേറി പോയാൽ മതി. നമ്മളായിട്ട് പ്രത്യേകിച്ച് ഇവിടെ വഴിയൊന്നും വെട്ടിയുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമുക്ക് നല്ലൊരു പാത, നല്ലൊരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ. അതിലൂടെ മുന്നേറി പോയാൽ മതി. അപ്പോൾ ആ മാർഗത്തിൽ മുന്നേറി ഭഗവാനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വിശ്വസിക്കുകയും നല്ല രീതിയിൽ ഭഗവാന് സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട്
ആ മാർഗം സ്വീകരിക്കുകയും നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തുകയും ചെയ്യാം. ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ സേവനങ്ങൾ അർപ്പിക്കാനും ഭഗവാന്റെ ഭക്തരുടെ സേവനങ്ങൾ ചെയ്യുവാനും ഒക്കെയും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ ജീവിതം അതനുസരിച്ച് നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഭക്തൻ മുന്നേറി പോവേണ്ടത്. അതിന് പകരം ഈ അവ്യക്തഗതവാദികൾ വരുന്ന ക്ലേശമായിട്ടുള്ള അവസ്ഥകളിലൂടെ ഒന്നും വരേണ്ട യാതൊരു ആവശ്യവുമില്ല. അതേക്കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വന്നിട്ടും വന്നിട്ട് അവരെന്ത് ചെയ്യണം? അവർ എല്ലാ ജീവികളെയും സമഭാവനയോടെ കാണണം. പണ്ഡിത സമദർശിന എന്ന് പറയുന്ന അവസ്ഥയിലേക്കും വരണം. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അവർ അവ്യക്തമായിട്ടുള്ള ഒന്നിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവ്യക്തഗതവാദിയുടെ ഒരു പാത വളരെ ദുർഘടമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവര് ഈ സമാധിയിലേക്ക് ഉയരുക അല്ലെങ്കിൽ ഇത്തരം ഒരു പാതയിൽ മുന്നേറി പോവുക എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അവർക്ക് ഇത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനോ മനസ്സിനെ വരുതിയിലാക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും പരമമായിട്ടുള്ളത്. നാമസങ്കീർത്തനത്തിലൂടെ മാത്രം നമുക്ക് ഭഗവാന്റെ ഭക്തി മാർഗത്തിലേക്ക് മുന്നേറി വരാമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നവവിധ ഭക്തി പറഞ്ഞു തന്നിട്ടുണ്ട് പ്രഹ്ലാദ മഹാരാജ് നമുക്ക് നവവിധ ഭക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ഈ 9 മാർഗങ്ങളിലൂടെയും നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും പക്ഷേ ഈ 11-ാമത്തെ അധ്യായത്തിന്റെ 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും നിങ്ങൾക്ക് ഭക്തിയിലേക്ക് പരമമായിട്ട് ഉയർന്നു വരാമെന്ന് പറയുന്നുണ്ട്. ഈ 9 മാർഗവും ഈ കലിയുഗത്തിൽ വളരെ പ്രയാസം നേരിട്ട ഒന്നാണ്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിലെങ്കിലും നിങ്ങൾ എന്താ പറയുക പരമമായിട്ട് കരുതുകയും അതിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധയും വിശ്വാസവും അർപ്പിച്ച് അതിൽ മുന്നേറി വന്നാലും നമുക്ക് ഭഗവാന്റെ സാക്ഷാത്കാരം ലഭ്യമാകും. ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് ഈ ജീവിതത്തിൻ്റെ അവസാനം പ്രവേശിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 9 തരത്തിലുള്ള നവവിധ ഭക്തിയിലും ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കലിയുഗത്തിൽ നൽകുന്നത്? ശ്രവണത്തിനും കീർത്തനത്തിനും അപ്പോൾ നമ്മൾ ഭഗവാന്റെ അതീന്ദ്രിയ നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് ഭഗവാന്റെ ശ്രവണത്തിൽ മുഴുകാൻ സാധിക്കും, കീർത്തനത്തിൽ മുഴുകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ശ്രവണത്തിലും കീർത്തനത്തിലും നമുക്ക് മുന്നേറി നമുക്ക് ഭഗവാന്റെ സാക്ഷാത്കാരം ലഭ്യമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് നാമസങ്കീർത്തനമാണ് കലിയുഗത്തിൽ പരമമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത്. നാമസങ്കീർത്തനം മെസ്യ അപ്പോൾ ആ നാമസങ്കീർത്തനമാണ് നമ്മൾ ഏവരും ചെയ്യേണ്ടത്. കാരണം കലിയുഗത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നാമസങ്കീർത്തനമാണ്. അപ്പോൾ ആ നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക് മുന്നേറി വരാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ ശ്രവണം നാമസങ്കീർത്തനം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയ നാമം നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് ശ്രവണത്തിലും കീർത്തനത്തിലും ഒരേ സമയം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നാമസങ്കീർത്തനത്തിനെ പരമമായിട്ട് കലിയുഗത്തിൽ കരുതുന്നത്. അപ്പോൾ നാമജപത്തിലൂടെ നമുക്ക് ഈ ഉന്നതമായിട്ടുള്ള ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. നമുക്ക് പരമമായിട്ടുള്ള ഭക്തിയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. കാരണം നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മുജ്ജന്മ പാപകർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാംനാമകാരി ബഹുധ നിജ സർവശക്തീസ് ഭഗവാൻ തൻ്റെ എല്ലാ ശക്തികളും കലിയുഗത്തിൽ തന്നിരിക്കുന്നത് നാമത്തിലാണ്. അതുകൊണ്ടാണ് ആ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, നമുക്ക് വിശ്വാസം കൂടുന്നത്, നമ്മുടെ ഭക്തി ഉയരുന്നത് അല്ലെങ്കിൽ ഉറയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയ നാമജപം ചെയ്യുമ്പോഴുള്ള നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാമജപമാണ് കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ ആ നാമജപത്തിലൂടെ നമുക്ക് ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അവ്യക്തഗതമായിട്ടും ഉള്ള മാർഗത്തിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അഷ്ടാംഗ യോഗിയെ കുറിച്ചിട്ട് 6-ാമത്തെ അധ്യായത്തിൽ ഓരോ ഭാവാർത്ഥത്തിലും പറഞ്ഞിട്ട് അവസാനം ഭക്തിയോഗമാണ് ഏറ്റവും പരമമായിട്ടുള്ളത് അല്ലെങ്കിൽ ഭക്തിയോഗിയാണ് ഉത്തമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനും അത് തന്നെയാണ് പറയുന്നത് യോഗിനാം അഭി സർവേഷാം യദ്ഗതേനന്ദരാത്മനഃ ശ്രദ്ധവാൻ ഭജതേ യോമാം സമയയുക്ത തമോമതഃ. എന്നെ വാസുദേവനായിട്ട്, എന്നെ പരമനായിട്ട് അല്ലെങ്കിൽ എന്നെ
സർവമായിട്ട് കരുതുന്ന യോഗിയാണ്, എല്ലാ യോഗികളിലും വെച്ച് ഉത്തമ യോഗി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഉത്തമമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാനുള്ള ഒരു അവസരമാണ് ഈ കലിയുഗം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നാമജപത്തിലൂടെ, ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങളിലൂടെ നമുക്ക് മുന്നേറി വരാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വളരെ വേഗം തന്നെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുക. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. നാം ഈ ശരീരമല്ല, മറിച്ച് നമ്മൾ ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാവാണ്, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഭക്തി മാർഗത്തിലൂടെ നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പം അതിനുള്ള മാർഗമാണ് ഭഗവാൻ ഈ ഒരു 12ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ ജ്ഞാനിയുടെ വഴി ദുർഘടം പിടിച്ചതാണ്, അതെങ്ങനെയാണ് ദുർഘടം പിടിച്ചതാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ വിശദീകരിക്കുന്നത്. അതിനുശേഷം ഒരു ഭക്തൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭക്തി അനുഷ്ഠിക്കേണ്ടത്, ഭക്തി യോഗത്തിലേക്ക് മുന്നേറേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാന്റെ നാമ ആരാധനയിലൂടെ അല്ലെങ്കിൽ നാമജപത്തിലൂടെ പരമമായിട്ടുള്ള ഭക്തി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ, ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവിനോടും ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.